Renuka, we are now joined by our Sikkim reporter Srishti Pradhan. Srishti Pradhan, can you explain us how the honorarium of ASHA workers are distributed in Sikkim? Are they given 10,000 rupees per month? The Kerala Health Minister has categorically stated that Sikkim has just made an announcement, but they are not literally transferring 10,000 rupees honorarium to the ASHA workers. What is your comment on that? Hello. Yes, the government is paying 10,000 to the ASHA workers Per month as honorarium. per month. And Yes. what is the other? Are they given other incentives? And you have been telling me that they are given just some. 10,000 per month. And you said they have been given some accreditation certificates and other retirement benefits They were just recently. certified as ASHA workers, and they are being paid 10,000 per month. As honorarium. Yes. As And honorarium. that has been since when? This has been notified many years ago, but then since last year, 2024, the CM, Chief Minister Prem Singh Ramu, announced this last year, and then he's been paying it to the ASHA workers Yes, that is it. before the election. Oh, okay, thank you. Anyway, it was just before the elections that they wanted to hike the ASHA workers honorarium. Anyway. They are still being paid. Yes, thank you so much, Srishti Pradhan, for Thank you. joining me from Sikkim. രേണുക, അതാണ് സിക്കിമിൽ നിന്നുള്ള നമ്മളുടെ റിപ്പോർട്ടർ സൃഷ്ടി പ്രധാൻ വ്യക്തമാക്കുന്നു. അവിടെ 10,000 രൂപയാണ് ആശാ വർക്കർമാർക്ക് നൽകുന്നത്. ഇതിപ്പോൾ മനു സഭയിലാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത്. സഭയെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു മന്ത്രി എന്ന നിലയിൽ വരുമോ കാര്യങ്ങൾ? അതിൽ വീണ ജോർജിന് ഒരു കാര്യം പറയാം. കാരണം ഈ ഉത്തരവ് ഇറങ്ങിയത് 2022 ഒക്ടോബർ 1-നാണെങ്കിലും ഇത് നടപ്പിലാക്കാൻ കുറച്ച് കാലം വൈകിയെങ്കിലും ആ ഉത്തരവ്. പക്ഷേ 2024 ഓഗസ്റ്റ് 2-ന് പാർലമെന്റിൽ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി ഡീൻ കുര്യാക്കോസിന് കിട്ടിയ മറുപടി ഉൾപ്പെടെ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ മന്ത്രിക്കെതിരെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മന്ത്രി സഭയിൽ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണ് എന്ന് പറഞ്ഞു. നമ്മളുടെ സോഴ്സ് ഉപയോഗിച്ച് ലഭിച്ച വിവരങ്ങളിൽ നിന്നും വരുന്ന നമുക്ക് ലഭിക്കുന്ന വിവരവും അത് തന്നെയാണ്. നമ്മുടെ അവിടുത്തെ റിപ്പോർട്ടർ നൽകുന്ന വിവരം, നമുക്ക് അവിടുന്ന് കിട്ടിയ ഔദ്യോഗിക രേഖയുടെ പകർപ്പ് എല്ലാം വ്യക്തമാക്കുന്നത് 10,000 രൂപ തന്നെയാണ് ആശാ വർക്കർമാർക്ക് ഓണറേറിയം നൽകുന്നതെന്നാണ്. പക്ഷേ അത് നൽകാൻ, ആ ഉത്തരവ് കിട്ടിയതിന് ശേഷവും അത് നൽകാൻ ചെറിയ കാലതാമസമുണ്ടായി. നമ്മുടെ റിപ്പോർട്ടർ സൃഷ്ടി പ്രധാൻ പറയുന്നതനുസരിച്ച് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ്, അത് സ്വാഭാവികമായി എല്ലായിടത്തും കൊടുക്കുന്ന രീതിയാണല്ലോ, തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ആ പണം നൽകി തുടങ്ങിയിരിക്കുന്നു. അത് അവിടെ മാത്രമല്ല, തെലങ്കാനയിൽ അത് വർദ്ധിപ്പിച്ചിരിക്കുന്നു, സ്വാഭാവികമായി ആന്ധ്രാപ്രദേശിൽ വർദ്ധിപ്പിച്ചിരിക്കുന്നു, ഹരിയാനയിൽ ഇൻസെൻറ്റീവ് ഉണ്ട്, മറ്റ് പല ഇടങ്ങളിലും ഇവർക്ക് റിട്ടയർമെൻറ്റ് ആനുകൂല്യങ്ങളും മറ്റ് ബെനിഫിറ്റുകളും ഒക്കെ പലതരത്തിലധികമായൊക്കെ വരുന്നുണ്ട്. അപ്പോൾ കേരളത്തിന് അങ്ങനെ മേനി പറയാനുള്ള വലിയ സാഹചര്യമൊന്നുമില്ല. ഒരുപക്ഷെ നമ്മളെക്കാൾ വളരെ പിന്നോക്കം നിൽക്കുന്ന ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളോട് താരതമ്യം ചെയ്തുകൊണ്ട് പിടിച്ചു നിൽക്കാമല്ലാതെ കേരളമാണ് ഏറ്റവും മുന്നിൽ എന്ന് പറയത്തക്ക രീതി ഇല്ല എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇതിൽ ഇക്കാര്യങ്ങൾ സഭയിൽ വലിയ വാഗ്വാദമായി തന്നെ നടക്കുമ്പോൾ താൻ പഠിച്ച അത് കേരളത്തിലാണ് എന്ന് പറയുന്നു, ഇന്ത്യയിലല്ലേ സിക്കിം എന്ന ചോദ്യം മറുഭാഗത്ത് നിന്ന് വരുന്നു. അത് അങ്ങനെ വലിയ രീതിയിലുള്ള വാഗ്വാദം ഏറെ നേരം ഇതുമായി ബന്ധപ്പെട്ട് സഭയിൽ നടന്നതാണ്. അപ്പോൾ ഒരു ഉത്തരവ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വീണ ജോർജ് ഇത് താൻ ആ രേഖകൾ പ്രകാരമാണ് സംസാരിക്കുന്നതെന്നും അത് പ്രകാരം ഓണറേറിയം അവിടെ 6,000 രൂപ മാത്രമാണ് എന്ന് പറയുന്നത്. മന്ത്രി ഏതെങ്കിലും തരത്തിൽ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയതായിരിക്കുമോ ഈ വിഷയത്തിൽ? അല്ല, ഇത് സ്വാഭാവികമായി ഇങ്ങനെ സംഭവിച്ചതാണ്. കാരണം 2022 ഉത്തരവ് പാസ്സായെങ്കിലും കുറച്ചു കാലം അത് കൊടുക്കാതിരുന്നല്ലോ. അപ്പോൾ സ്വാഭാവികമായും അതൊരു ഉത്തരവ് മാത്രമാണ്, അതിൻ്റെ കുടിശ്ശിക അവിടെ നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ മന്ത്രി ധരിച്ചു കാണാം. പക്ഷേ അത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ആ കാര്യങ്ങൾ മാറ്റി പുതിയ തരത്തിൽ അവർക്ക് പണം കിട്ടിത്തുടങ്ങിയിരിക്കുന്നു എന്ന വിവരമാണ് അവിടെ നിന്ന് വരുന്നത്. മാത്രമല്ല, മറ്റു പല സംസ്ഥാനങ്ങളിൽ ഇത് വേറെ ചില പദ്ധതികൾ കൂടി ആശാ വർക്കർമാർക്ക് നൽകിക്കൊണ്ട് അവരുടെ സേവനത്തിന് അർഹമായൊരു, അല്ലെങ്കിൽ അർഹമായത് എന്നാവില്ല എങ്കിലും അവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. എന്നാൽ മറ്റ് ചില സ്ഥലങ്ങളിൽ ഒരുപക്ഷെ നമ്മൾ കമ്പയർ ചെയ്യുന്ന ചിലപ്പോൾ ഉത്തർപ്രദേശിൽ കേരളത്തിലെ ആശാ വർക്കർമാർ എടുക്കുന്ന അത്രയും കാഠിന്യത്തിലുള്ള പ്രവർത്തനം അവർ ചെയ്യുന്നുണ്ടോ എന്ന കാര്യം സംശയമാണ്. കാരണം അവിടെ 1.5 ലക്ഷത്തിലധികം ആശാ വർക്കർമാരുണ്ട്. ഇവിടെ നമുക്ക് 26,000-ത്തോളം ത്തിലധികം ആശാ വർക്കർമാർ മാത്രമാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായി ഇവരുടെ ജോലിഭാരം വളരെ കൂടുതലാണ്. നേരത്തെ ഉണ്ടായിരുന്ന
പല സാഹചര്യങ്ങളിൽ നിന്നും മാറി ഇപ്പോൾ അവർക്ക് മുഴുവൻ സമയവും ഈ ജോലി ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഇന്ത്യൻ ലേബർ കോൺഫറൻസിൻ്റെ 45ാം സെഷനിൽ ഉയർന്നു വന്നിട്ടുള്ള ഒരു വലിയ വിഷയമാണ് ഇത്തരം സ്കീം തൊഴിലാളികളെ ഒക്കെ കാര്യമായ രീതിയിൽ പരിഗണിക്കണം, അവരുടെ വേതനം മിനിമം വേതനത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം നടത്തണം എന്നൊരു നിലപാടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായാണ് CIT ഉൾപ്പെടെയുള്ള സംഘടനകൾ രാജ്യമെമ്പാടും വലിയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഇത് കേരളത്തിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമല്ല, ഇത് തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിലും നടക്കുന്നുണ്ട്. അവിടെ മുഖ്യമന്ത്രി 10,000 രൂപയാക്കി ഓണറേറിയം ഉയർത്തിയിരിക്കുന്നു. കൂടുതൽ ഉയർത്തണമെന്ന ആവശ്യം ശക്തമായി എല്ലാ സംസ്ഥാനങ്ങളിലും ഉയരുകയാണ്. അപ്പോഴാണ് ഇതിന് തയ്യാറാകാത്ത ഒരു നിഷേധാത്മക നിലപാട് കേരളം സ്വീകരിക്കുന്നത്. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉയർത്തണം എന്നൊരാവശ്യവും പൊതുവേ ഉണ്ട്. സംസ്ഥാനത്തിൻ്റെ മാത്രമല്ല കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും ഭാഗത്തുനിന്ന് ഓണറേറിയം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം എന്നതാണ് പൊതുവേ ഈ മേഖലയിലുള്ളവർ രാജ്യമെമ്പാടും ആവശ്യപ്പെടുന്നത്. ശരി, എന്തായാലും സഭയിൽ ഉൾപ്പെടെ വലിയ വാഗ്വാദങ്ങൾക്ക് വഴിവെച്ച സംഭവത്തിലാണ് ന്യൂസ് 18 നടത്തിയ അന്വേഷണത്തിൽ സിക്കിമിൽ എത്രയാണ് ഓണറേറിയം, സിക്കിമിൽ ലഭിക്കുന്ന ഓണറേറിയം 10,000 രൂപയാണ് എന്നത് വ്യക്തമാകുന്നത്. മനു ഭരത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും സമരം